ഹായ്, എല്ലാവർക്കും ക്ലേസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഓറിയോ ചീസ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓറിയോ ചീസ് കേക്കിനായിട്ട് ഞാൻ ഇവിടെ 3 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 നമുക്ക് ആദ്യം എടുക്കാം, ഒരെണ്ണം നമുക്ക് അവസാനത്തേക്കായി മാറ്റി വയ്ക്കാം. ഒരു പാക്കറ്റിൽ 12 ഓറിയോ ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം 2 പാക്കറ്റിൽ നിന്ന് ബിസ്ക്കറ്റ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്യാം. ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തു. ക്രീം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബിസ്ക്കറ്റ്സ് ഒരു കവറിൽ, ഇവിടെ ഞാൻ സിപ്പ് ലോക്ക് കവർ എടുത്തേക്കുന്നത്, കവറിലിട്ടേച്ച് ചപ്പാത്തി പരത്തുന്ന കോരി വെച്ച് നല്ലോണം പൊടിച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് നമുക്ക് പൊടിച്ചെടുക്കാം, പക്ഷേ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ അത് ഒത്തിരി നല്ലോണം പൊടിഞ്ഞു വരും. ചെറിയ തരിയായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബട്ടർ എടുക്കണം. ഇവിടെ ഇപ്പം ഒരു 75 ഗ്രാമോളം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 75 ഗ്രാം ബട്ടർ ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന മൗൾഡിലേക്ക് ഈ ബട്ടറും ബിസ്ക്കറ്റും യോജിപ്പിച്ചത് ആദ്യം ഇടുക. അപ്പം അതിന് മുന്നായിട്ട് മൗൾഡിൽ ബട്ടർ നല്ലോണം തൂവിയിട്ടുണ്ടാവണം. ഇനി ബിസ്ക്കറ്റും ബട്ടറും യോജിപ്പിച്ചത് മൗൾഡിലിട്ട ശേഷം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. സ്പാറ്റിൽ വെച്ച് നല്ലോണം ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം വെക്കാം. ഇനി ഈ സമയം നമുക്ക് ജലാറ്റിൻ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കുക. എന്നിട്ട് ഒരു ചെറു ചൂടുവെള്ളം അതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ജലാറ്റിൻ നല്ലോണം ആ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. 250 മില്ലി ഫ്രഷ് ക്രീം, പിന്നെ 250 മില്ലി തൈര്. പുളിയില്ലാത്ത തൈരായിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തൈര് നല്ലോണം അരിച്ചെടുക്കാം. അതിൽ നിന്ന് വെള്ളത്തിന്റെ അംശം മാറ്റിയെടുക്കണം തൈരിൽ നിന്ന്. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. 300 ഗ്രാം മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 നമുക്ക് ആദ്യം യോജിപ്പിക്കണം. അത് നല്ലോണം യോജിപ്പിക്കാം. ബിസ്ക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രീമും കൂടിയും ചേർത്ത് നല്ലോണം യോജിപ്പിക്കണം. അവസാനമായിട്ട് നമുക്ക് അരിച്ചു വെച്ചിരുന്ന തൈര് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഫ്രഷ് ക്രീമും തൈരും മിൽക്ക് മെയ്ഡും ബിസ്ക്കറ്റിലുണ്ടായിരുന്ന ക്രീമും യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ അലിയിച്ച് വെച്ചിരുന്ന ജലാറ്റിനും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന മൗൾഡ് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ക്രീമിന്റെ മിക്സ് ഒഴിക്കുക. അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. ആ ബിസ്ക്കറ്റിൽ പകുതി എടുത്തിട്ട്, അതായത് ഏകദേശം 6 ബിസ്ക്കറ്റോളം ഉണ്ടാവും, അത് ചെറുതായിട്ട് ഒടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സെറ്റ് ആവാൻ വെച്ചിരുന്ന കേക്ക് എടുത്തേച്ചും ഒടിച്ചു വെച്ചിരുന്ന ബിസ്ക്കറ്റ് ഇതുപോലെ നല്ലോണം മുങ്ങി കിടക്കുന്ന രീതിയിൽ ക്രീമിലേക്ക് ചേർക്കണം. ഇനി ആ ലാസ്റ്റ് പാക്കറ്റിലെ ബാക്കി പകുതി ബിസ്ക്കറ്റ് എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. മിക്സിയിൽ പൊടിച്ചിട്ട് ഇതുപോലെ അവസാനമായിട്ട് നമ്മുടെ കേക്കിന്റെ മീതെ വിതറി കൊടുക്കണം. ഇത് മുഴുവനായിട്ട് നമ്മൾ വിതറി. ഇനി ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്യോ അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ആ ബിസ്ക്കറ്റ് പൊടിയുടെ മീതെ നമുക്ക് വിതറി കൊടുക്കാം. നമ്മുടെ ഓറിയോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി 5 മണിക്കൂർ നേരം നമുക്കിനി സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. 5 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മൗൾഡിൽ നിന്ന് കേക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മുറിച്ച് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഓറിയോ ചീസ് കേക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വിഭവമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.